ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ബിറ്റ്കോയിൻ്റെ കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ബിറ്റ്കോയിൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആൻഡ് എൻ്റെ ഈ ഒരു അനാലിസിസ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് അനാലിസിസ് നടത്താനായിട്ട് എൻ്റെ അനാലിസിസും ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ആൻഡ് അങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് അടിച്ചുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.05 ട്രില്യൺ. ഒരു 0.25% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ $21.27 ബില്യൺ ആയിട്ടാണ് അത് കൂടിയിട്ടുള്ളത്. ഒരു 6.49% ഇൻക്രീസ് മാത്രമേ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48.34% അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.01% ഇൻക്രീസ് മാത്രമേ ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ക്രിപ്റ്റോ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 35 ആണ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് വരുന്നത്. ഫിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതായത് പ്രൈസ് കുറച്ചൊന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് ഒന്ന് ഡംപ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെയും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും വിശേഷങ്ങളിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു സൈഡ് വേസ് ആയിട്ടുള്ള, അതായത് ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു സൈഡ് വേസ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 അവറായിട്ട് ഒരു 0.02% മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 24 അവറായിട്ട് 0.21% മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 0.02% മൂവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ ബിറ്റ്കോയിനിൽ സംഭവിക്കുന്നുള്ളൂ കഴിഞ്ഞ 7 ദിവസമായിട്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത്. കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും തന്നെ ഒരു ടോക്കൺസിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. വളരെ അപൂർവമായിട്ട് ടോൺ കോയിൻ എന്ന് പറയുന്ന ഒരു ടോക്കൺ മാത്രമാണ് അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് പമ്പായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു റെഡ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ തന്നെയാണ് ഭൂരിഭാഗം ഓൾട്ട് കോയിൻസും നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, കൃത്യമായിട്ടുള്ളൊരു ബുള്ളിഷ് സ്ട്രക്ചർ ആണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആൻഡ് ഈ രീതിയിൽ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈ രീതിയിലായിരുന്നു പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് പിന്നീട് ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കുന്നില്ല. ആൻഡ് പ്രൈസ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ പ്രൈസ് താഴേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലെവലുണ്ട്, ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ലോ ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലാണ് പിന്നീട് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുക എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുക ഈ രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചാലാണ്. ഇനി അതല്ല, ആ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചില്ല, പ്രൈസ് ഇവിടെ ഈ സപ്പോർട്ട് ഏരിയയിൽ തന്നെ പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവുകയും ദെൻ അവിടെ നിന്ന് ഈ രീതിയിൽ ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ്. ആ ലെവൽ എന്ന് പറയുന്നത് 23,960 മുതൽ 25,439 വരെയുള്ള ആ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയനെ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈസ് ഇനിയും ഡംപ് ആവും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ആ ഒരു ഏരിയ കൃത്യമായിട്ട് പ്രൈസ് റെസ്പെക്ട് ചെയ്യുകയും ആൻഡ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പ്രൈസ് നല്ല രീതിയിലുള്ള റിജക്ഷൻസ് കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷൻസ് കിട്ടുകയും പ്രൈസ് ഇതിന് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും ഈ ഒരു ട്രെൻഡ് തന്നെ, ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ, അതായത് ഓരോ ലെവൽസിനെയും പ്രൈസ് ഏത് രീതിയിലാണ് റെസ്പെക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഡയറക്ഷനും നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കാം. ഓക്കെ, ആൻഡ് അടുത്ത ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഡെയിലി മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന ടോക്കൺസും അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ്സും എല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്യാറുള്ള ഒരു ഡിസ്കോഡ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ട്രേഡുകളും അവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളും അവരുടെ ചാർട്ട് അനാലിസിസും ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താനും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഡിസ്കോഡ് ഗ്രൂപ്പായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഗ്രൂപ്പ് തന്നെയായിരിക്കും.
ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ട്രേഡ്സിലേക്ക് ആക്സസ് കിട്ടില്ല, നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി മാർക്കറ്റ് അനാലിസിസും ബാക്കിയുള്ള കാര്യങ്ങളും കാണാൻ പറ്റും. പക്ഷേ ട്രേഡ്സിലേക്കും അതുപോലെ തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കുള്ള ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈബിറ്റിൽ എൻ്റെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു $50 മുതൽ $100 വരെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ UID എനിക്ക് ഡിസ്കോഡിൽ അയച്ചിരിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ട്രേഡ്സിലേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂപ്പിലേക്കും എല്ലാം തന്നെ ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ ഹൈസ് ആൻഡ് ഈ പറയുന്ന രീതിയിൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ പ്രൈസിന് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് ഇവിടെ സംഭവിക്കുന്നു ആൻഡ് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവുന്നു. ആൻഡ് അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. 24,000 മുതൽ 25,000 വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സാധ്യത നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്. നമുക്ക് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സെല്ലേഴ്സിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശക്തമായിട്ട് തന്നെ പ്രൈസ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ അതുകൊണ്ടാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഏത് രീതിയിലാണ് ഈ ഒരു ലെവലിനെ പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും ഏത് രീതിയിലാണ് അവിടെ പെർഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ഒരു ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബ്രോഡനിങ് വെഡ്ജ് അടിപര്യം കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈൻസിൽ റെസിസ്റ്റൻസും സപ്പോർട്ടും എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാനായിട്ട് സാധിക്കുക ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് പ്രൈസ് വീണ്ടും എത്തുമ്പോഴായിരിക്കും. ഓക്കെ, ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് പ്രൈസ് എത്തിയതിന് ശേഷമായിരിക്കും വീണ്ടും പ്രൈസ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ചാടിക്കേറി ലോങ് പൊസിഷൻസ് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മന്ത്ലി CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. മന്ത്ലി CPR ലെവൽസ് ആണ് നിങ്ങൾ ഈ കാണുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഒരു 26,000 മുതൽ 27,000 വരെ മന്ത്ലി CPR ലെവൽസ് ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റോടെ സംഭവിച്ചാലും നിങ്ങൾ അതൊരു ബുള്ളിഷ് മാർക്കറ്റിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആകുമെന്ന് തെറ്റിദ്ധരിക്കാതെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ നിന്നും ചെറുതായിട്ടൊന്ന് ബുള്ളിഷ് ആയാലും ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടാനും പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകാനുമായിട്ടുള്ള ഒരു 24,000 പോകാനായിട്ടുള്ള ചാൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം മന്ത്ലി CPR S1 ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 24,000 ആണ്. ഇതാണ് S1 ലെവലായിട്ട് വരുന്നത് 24,000 ആണ്. ആൻഡ് മന്ത്ലി CPR S2 ലെവൽ എന്ന് പറയുന്നത് 22,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 24 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത് 22,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത്ലി CPR വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. നമുക്കത് അറിയാവുന്നതാണ്, നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഈ ഒരു മന്ത്ലി CPR ലെവലിന് മുകളിലേക്ക് പ്രൈസിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു 28,000 പ്രൈസിന് എത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പിന്നീട് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു മന്ത്ലി CPR ലെവൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്കുള്ള പ്രതീക്ഷകൾ തൽക്കാലത്തേക്ക് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്പം ഒന്ന് ചെറിയ ടൈം ഫ്രെയിംസിൽ ഒരു 15 ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ 1 hour ടൈം ഫ്രെയിമിലോ ഒക്കെ ചെറിയ രീതിയിലൊന്ന് ബുള്ളിഷ് ആയാലും നമുക്കിവിടെ മന്ത്ലി CPR ലെവൽ എടുക്കുന്നുണ്ട്. സോ ആ ലെവലിൽ നിന്നും ഒരു റിജക്ഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടു കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.